5 വെച്ച് നമ്മൾ ഏത് സംഖ്യേനെ മൾട്ടിപ്ലൈ ആണെങ്കിലും അത് നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 5 × 36. 36ൻ്റെ പകുതി എത്രയാണെന്ന് നോക്കാം. 36ൻ്റെ പകുതി എന്ന് പറയുന്നത് 18 ആണ്. ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. 5 × 72. 72ൻ്റെ പകുതി എത്രയാണെന്ന് നോക്കാം. 72ൻ്റെ പകുതി എത്രയാണ്? 36. ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. 360. 5 × 144. 144ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 72. ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. 720. 5 × 64. 64ൻ്റെ പകുതി എത്രയാണ്? 32. ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. 320. ഏത് സംഖ്യേനെ 5 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിലും നമ്മളതിൻ്റെ പകുതി എടുത്തിട്ട് 10 കൊണ്ട് ഗുണിക്കുക. 0 ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഗുണിക്കുക എന്നാണല്ലോ. ഇനി 5 × 31. 31ൻ്റെ പകുതി എത്രയാണ്? നമുക്കറിയാം 15.5 ആണെന്ന്. ഇതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഈ പോയിൻ്റ് പോവും. അപ്പോൾ 155 എന്ന് വരും. 5 × 17. 17ൻ്റെ പകുതി എന്ന് പറയുന്നത് 8.5 × 10 85 എന്ന് വരും. അതായത് ഓഡ് നമ്പേഴ്സിൽ നമ്മൾ പകുതി എടുക്കുമ്പോൾ അതെന്തായിരിക്കും? 0.5 വരിക. ഇപ്പം 7ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3.5. അതിന് നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ പോയിൻ്റ് പോവും, 35 മാറും. ഇനി ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ആവണേന്നുള്ളത് പറയാം. 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10/2 ആണ്. 36 × 5 എന്ന് എഴുതുന്നതും 36 × 10/2 എന്ന് എഴുതുന്നതും ഒന്നാണല്ലോ. ഇപ്പോൾ 36/2 ഇവിടെ കാണാം നമുക്ക്. 36/2 × 10. അപ്പോൾ ഈ 36/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് ഓഫ് 36. അതായത് 36ൻ്റെ പകുതി എന്നാണ് അർത്ഥം. ഇനി ഇൻറ്റു 10 ഉണ്ട്. അതായത് 36ൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 5 വെച്ച് ഒരു സംഖ്യനെ മൾട്ടിപ്ലൈ ചെയ്യുക? 5 വെച്ച് നമ്മൾ ഏത് സംഖ്യനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ സംഖ്യയുടെ പകുതി എടുത്തിട്ട് നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര വലിയ സംഖ്യനെ നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും നമ്മൾ അതിൻ്റെ പകുതി എടുത്തിട്ട് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 × 1728 ഇതെന്ന് പറയുമ്പോൾ എത്രയാണ്? 864. അതായത് 864 ഇതിൻ്റെ പകുതി. എന്നിട്ട് നമ്മളൊരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണിത് ചെയ്യാം.